ഇന്ത്യയുടെ മുഖ്യ ശത്രു പാകിസ്ഥാൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമല്ല, പണ്ടു മുതൽക്ക് തന്നെ അങ്ങനെയായിരുന്നു. എന്നാൽ അതിൻ്റെ പിൻപുറം പറ്റിയാണ് സംഘപരിവാറുകാർ ഇപ്പോഴും ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നതും പാകിസ്ഥാൻ വിരോധം വച്ച് വിളമ്പുന്നതും. ഇന്ത്യയുടെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയാണ് പാകിസ്ഥാൻ എന്നാണ് ദശകങ്ങളായി BJPയുടെയും RSSൻ്റെയും നിലപാട്. അവരുമായി ക്രിക്കറ്റ് പോലും കളിക്കരുത് എന്നാണ് ശാഠ്യം പിടിക്കുന്നത്. മുംബൈ മുതൽ പുൽവാമ കടന്ന് പഹൽഗാം വരെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ധാരണ എല്ലാവരും ഊട്ടിയുറപ്പിച്ച മട്ടാണ്. ഭീകരത അവസാനിപ്പിക്കുന്നത് വരെ പാകിസ്ഥാന് വെള്ളം പോലും വിട്ടുകൊടുക്കില്ല എന്നാണ് സംഘപരിവാർ അവരുടെ ഭരണത്തിൽ വാദിച്ചുകൊണ്ടിരുന്നത്. പാകിസ്ഥാനോട് ഒരു അനുരഞ്ജനവും ഇല്ല എന്ന് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് പൊടുന്നനെ സംഘപരിവാറിൻ്റെ മനസ്സ് മാറ്റുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് സീനിയർ RSS നേതാവും മുൻ BJP ജനറൽ സെക്രട്ടറിയുമായ റാം മാധവിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനുമായി അനൗദ്യോഗിക നയതന്ത്ര സംഭാഷണങ്ങൾ തുടങ്ങി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനി ഇന്ത്യൻ പ്രതിനിധികളും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരുമൊക്കെ പങ്കെടുത്ത ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഉച്ചകോടിക്കിടെയാണ് റാം മാധവിൻ്റെ ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ഇത് അനൗദ്യോഗിക നയതന്ത്ര നീക്കമാണെന്ന റിപ്പോർട്ട് റാം മാധവ് ശക്തമായി നിഷേധിക്കുകയാണ്. ബഹുരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രസംഗിക്കാൻ മാത്രമാണ് താൻ ശ്രീലങ്കയിൽ വന്നത് എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ സ്വരം മാറ്റം പൊടുന്നനെ ആരംഭിച്ചതല്ല. RSS മേധാവി മോഹൻ ഭാഗവത് തന്നെയാണ് അത് തുടങ്ങിവെച്ചത്. പാകിസ്ഥാനിലെ ഭരണാധികാരികളെയും സാമാന്യ ജനങ്ങളെയും വേർതിരിച്ച് കാണണമെന്ന അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രസ്താവന നമ്മൾ കണ്ടു. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സാംസ്കാരിക പാരമ്പര്യമുള്ളവരാണ്. മേഖലയിൽ നിത്യസമാധാനത്തിന് ഇരു രാജ്യങ്ങളും സഹകരിക്കേണ്ടതും അനിവാര്യമാണ് എന്നുറപ്പിക്കാം. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടം സാധാരണ ജനങ്ങൾക്കെതിരല്ല എന്ന് RSS വ്യക്തമാക്കുന്നു. മറ്റൊരു സീനിയർ നേതാവായ ദത്താത്രേയ ഹൊസബല പറയുന്നതും ഇതുതന്നെയാണ്. പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യ വാതിലുകൾ കൊട്ടിയടക്കരുത് എന്നും നയതന്ത്ര സംഭാഷണങ്ങൾക്ക് എപ്പോഴും സജ്ജമായിരിക്കണമെന്നും ദത്താത്രേയ ആവശ്യപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ ഭരണകൂടത്തെയും പാകിസ്ഥാനി ജനതയെയും രണ്ടായി കാണണമെന്നും ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം നിലനിർത്തണമെന്നും വാദിച്ച രാഷ്ട്രീയ പാർട്ടികളെയും സാധാരണ ജനങ്ങളെയും ഭീകരതയോട് അനുഭാവം പുലർത്തുന്നവരായി ചിത്രീകരിച്ച സംഘപരിവാറിൻ്റെ ഈ മനം മാറ്റത്തിന് കാരണം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ചോദിക്കുന്നത്. പാകിസ്ഥാനുമായി സംഭാഷണമാവാമെന്ന് RSSുകാർ പറയുമ്പോൾ അത് സ്വീകാര്യമാവുകയും എന്നാൽ അതേ കാര്യം തന്നെ പറയുന്ന ഇന്ത്യക്കാരോട് നിങ്ങൾ പാകിസ്ഥാനിൽ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് RSSൻ്റെ ഇരട്ടത്താപ്പാണ്. RSSൻ്റെ പ്രസ്താവനകളും അനൗദ്യോഗിക നയതന്ത്ര നീക്കങ്ങളും ഔദ്യോഗിക അനുരഞ്ജന സംഭാഷണങ്ങൾക്കുള്ള നിലമൊരുക്കലായാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. പരസ്യമായി പാകിസ്ഥാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാർ അവരുടെ മേഖലയിലെ സമാധാനത്തിന് പുതിയ വഴി തേടുന്നതിൻ്റെ സൂചനയായും ഈ നീക്കങ്ങളെ കാണുന്നവരുണ്ട്.